कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्तिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते. Hello guys. Good morning. ഒരു ഒറിജിനാലിറ്റി ഫീലൊക്കെ ഇല്ലേ, ആ ഒറിജിനാലിറ്റി ഫീലിന് വേണ്ടി ഞാൻ നേരത്തെ എഴുന്നേറ്റ് മോനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നതാണ്. ഒരു ചെറിയൊരു ഒറിജിനാലിറ്റി ഫീൽ ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് മൊത്തത്തില് ഫസ്റ്റ് ഓഫ് ഓൾ കുറെ നാളായി അല്ലെ ഒരു വീഡിയോ ഇട്ടിട്ട് 20 ദിവസം ആകാൻ പോവാ. അതിന് കുറെ കാരണങ്ങളുണ്ട്. ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇന്റേണൽസ് പറഞ്ഞാൽ ഞങ്ങളുടെ തലയിൽ ഇപ്പൊ കയറും എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വിഷയം കാരണമാണ് ഞങ്ങൾ ഇടാഞ്ഞത്. പക്ഷെ എന്നാലും ഇന്റേണൽസ് നീട്ടി വെച്ചു. ഡിസംബർ അവസാനത്തേക്ക് പോയി. ഒരു 90-95% ഡിസംബർ അവസാനത്തേക്ക് നീട്ടി വെച്ചു എന്നാണ് വിഷയം. അതിനാലാണ് ഇപ്പൊ ആ ധൈര്യത്തിലാണ് ഞാനിപ്പോ വീഡിയോ എടുക്കുന്നത്. ഇന്ന് അതിന് മുമ്പ് ഒരു സാധനം കാണിച്ചു തരാം. എൻ്റെ ഇവിടെ ഈ മുറിയിൽ ഇങ്ങനെ കട്ട നീട്ടി കഴിയുമ്പോൾ ഒരു സംഭവമാണ്. ഇതാണ് ഇന്ന് രാവിലെ കാണാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു കാഴ്ച. നമ്മളിന്ന് ഇവിടെ ഇങ്ങനെ നോക്കിയാൽ കാണാനാണ് സീപോർട്ട് എയർപോർട്ട് റോഡ്. എങ്ങനെയുണ്ട്, കൊള്ളാവും. ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കണം തോന്നി, അതാണ് കാണിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല. പറഞ്ഞു വന്നത് ഇന്ന് നിങ്ങളിലേക്ക് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ബ്ലോക്ക്, എൻ്റെ ഫസ്റ്റ് ഇയർ ബ്ലോക്കിന്റെ ഒരു കിടിലോസ്കി വീഡിയോ എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ചിലപ്പോൾ ആയി പോയേക്കാം. പക്ഷെ അങ്ങനെയല്ല, ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ എൻ്റെ ഫസ്റ്റ് ഇയർ ബ്ലോക്കിനെ ഒന്ന് കാണിക്കുക. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് മാക്സിമം ആൾക്കാരെ പരിചയപ്പെടുകയും ചെയ്യാം. പിന്നെ കുറെ ചേച്ചിമാരെന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ ജോലിക്ക് വരുന്ന കുറെ ചേച്ചിമാരുണ്ട്. അവർ നമ്മളോട് നല്ലതായിട്ട് ഇടപെടുന്ന പറയപ്പെടുന്നുണ്ട്. അവരെല്ലാം ഒന്ന് പരിചയപ്പെടുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയേക്കാം. ഞാൻ ഡ്രസ്സെല്ലാം ഒന്ന് മാറ്റി റെഡി ആവട്ടെ. ചുമ്മാ ഡ്രസ്സ് മാറുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ശരിയെന്നാ. ഹലോ, അപ്പോൾ നമ്മൾ റെഡിയായി താഴെ വന്നു. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന എൻ്റെ ഇവിടെ ഒരു മറ്റേക്കാലത്ത് കസിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടൊരു വീഡിയോ ഞാൻ നടക്കുന്നതായിരിക്കും. എൻ്റെ കൂടെ ഒരാളോട് ഉണ്ട്, പക്ഷേ അയാൾ കഴിക്കാനായി ധൃതിയിൽ അകത്തോട്ട് പോയിക്കാണ്. വീഡിയോക്കകത്ത് വരാൻ പറഞ്ഞിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കഴിക്കാൻ പോകാം. ഞാൻ കഴിക്കുന്നതിന് ചെറിയ എന്താ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിച്ച് ഫുഡ് ഏതാണ് ഞാൻ ജസ്റ്റ് കാണിച്ചത്. ഇന്നത്തെ ഞങ്ങളുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇടിയപ്പമാണ്. ഇടിയപ്പവും കടലക്കറിയും. ഫ്രണ്ട് ഒരാളുടെ നിന്ന് കാണിക്കണമെന്നുണ്ട്, പക്ഷെ സമ്മതിക്കുന്നില്ല. നമ്മൾ മെഡിക്കൽ കോളേജിൽ എത്തി. ആ കാണുന്നതാണ് ആർച്ച്. ഞങ്ങൾ ക്ലാസ്സിലേക്ക് അങ്ങ് പോയേക്കാം കേട്ടോ. ക്ലാസ്സിലേക്ക് പോകുന്ന വഴിയാണിത്. പോകുന്ന വഴിയിൽ ശബ്ദം ക്ലിയർ ആണോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിലേ നടന്ന് ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ഇതിലേ നടന്നങ്ങ് ചെല്ലുമ്പോൾ മെയിൻ സെൻറ്ററിൽ നിന്ന് വന്ന് റൈറ്റ് തിരിഞ്ഞ് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സെൻറ്റർ വഴി. ഇതുവരെ പോയാൽ നേരെ പോയാൽ ഹോസ്റ്റലിലേക്ക് എത്തും. മെൻസ് ഹോസ്റ്റലിലേക്ക് നടന്ന് പോകുന്നേ ഉള്ളൂ. കണ്ടോ, വേറെ സൂത്രം കാണിച്ചു തരാം. സോറി കണ്ടോ, അവിടെയാണ് ഉച്ചയ്ക്ക് പൊതിച്ചോറ് വിളമ്പുന്നത്. പൊതിച്ചോറ് കാണിച്ചു തരാം. ഒന്നാമത്തെ ലേറ്റായി, ക്ലാസ്സിലേക്ക് എത്താൻ ലേറ്റായി. ഏകദേശം 10 മിനിറ്റേ ഉള്ളൂ. അറിയത്തില്ല, കയറി ചെല്ലുമ്പോൾ മാം കാണും ക്ലാസ്സിൽ. ആ കാണുന്ന വഴി കേട്ടോ. ആ കാണുന്ന വഴിയിൽ നിന്ന് അവിടുന്ന് റൈറ്റിൽ നിന്ന് വന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ട് പോവുകയാണ്. ഇതിലെയാണ് പോകേണ്ടത്. ഇതിലെ ഇങ്ങനെ പോയി പല വഴി പോകാം കേട്ടോ. ഇത് നമ്മൾ രാവിലെ വരുന്നത് ഈ വഴി കൂടെയാണ്. സമയത്രേ സൂര്യൻ ഇച്ചിരി കൂടുതലാണ്. നമുക്ക് പോകുന്ന വഴി ആരെയിലൊക്കെ ഉണ്ടെങ്കിൽ പരിചയപ്പെട്ട് പോകാം. എല്ലാവരും ക്ലാസ്സിൽ കയറാനുള്ള തീർത്തിലായിരിക്കും. ആരും അധികം ഒന്നും മിണ്ടാൻ നിൽക്കുമെന്ന് തോന്നുന്നില്ല. നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇയർ ബ്ലോക്കിലേക്കുള്ള റാംബാക്കല്ല
ഈ കൂടാരത്തിലൂടെ നമ്മൾ നടന്നിറങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ ബ്ലോക്കിലേക്ക് എത്തും. ഇതിലൂടെ ഇങ്ങനെ പോവുകയാണ്. കുറേ അമ്മമാർ അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. ആ താഴെ എന്നുള്ളതാണ് കണ്ടോ, അതാണ് മെൻസ് ഹോസ്റ്റലിലേക്കുള്ള. എൻ്റെ പുറകെ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല, അവിടെ നിന്നാണ് ഗേൾസ് ഹോസ്റ്റല്. അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വഴി നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇയർ ബ്ലോക്ക്. ഫസ്റ്റ് ഇയർ ബ്ലോക്കിൽ താഴെയായിട്ട് ഫോറൻസിക് മെഡിസിൻ ഉണ്ട്, മേലോട്ട് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ അനാട്ടമി, ബയോകെമിസ്ട്രി, അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സ്റ്റെപ്പുകൾ നമ്മളിങ്ങനെ പടിപടിയായി കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റാണ് ദ 1 and only ഡിപ്പാർട്ട്മെൻറ്റ്. മതി അതിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഞങ്ങളുടെ അനാട്ടമി ലെക്ചർ ഹാൾ, ഇവിടുന്ന് റൈറ്റ് പിടിച്ചാൽ അവിടെയാണ് ഡിസെക്ഷൻ ഹാൾ. ഓക്കെ, വേറെ രണ്ടുപേരെ കാണിച്ചു തരാം. വാ. കയറി പോകുന്ന വഴിയിൽ കുറെ അതിഥികളെ കൈമുട്ടി, കാശ് കണ്ടുമുട്ടി. അതിഥികളുടെ പേര് പറഞ്ഞു പറ. എറണാകുളം. ഓക്കെ, വേറെ എറണാകുളം. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് പറഞ്ഞു കൊടുത്തു. ഈ പുറകെ കാണുന്നത് എന്താണ് അനാട്ടമി ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയാനുള്ളത്? Subject is interesting, but കയറി പോ. നമ്മൾ അനാട്ടമി ഡിപ്പാർട്ട്മെന്റ് കണ്ടല്ലേ? കണ്ടില്ല? ഇപ്പൊ വലിയ കയറി വന്നപ്പോഴാണ് ഇപ്പൊ നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത് പേടിച്ചു പോവല്ലേ? ഇപ്പൊ ഫ്രണ്ടിൽ കാണുന്ന ഈ ഡിപ്പാർട്ട്മെന്റ് ഫിസിയോളജി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ ലാബ്, ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഓടിപ്പോകുന്ന എല്ലാവരെയും കാണാം. പെട്ടെന്ന് കാണിക്കും. എൻ്റെ അമ്മ, ഫിസിയോളജി ഡിപ്പാർട്ട്മെന്റിന് ലെക്ചർ ഹാളൊന്നുമില്ല, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ബയോകെമിസ്ട്രി ലെക്ചർ ഹാളാണ് നമുക്കുള്ളത്. ഇത് ഡിപ്പാർട്ട്മെന്റ് വഴി മാറണം. ഈ കാണുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോകെമിസ്ട്രി. ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോകെമിസ്ട്രി ചിലപ്പോൾ ലെക്ചർ ഹാളിൽ മാം കാണും. രാവിലെ ഫിസിയോളജി ആയതുകൊണ്ട് നമുക്ക് ഒറ്റ ലെക്ചർ ഹാളാണ് ഫിസിയോളജിക്കും ബയോകെമിസ്ട്രിക്കും ഒറ്റയ്ക്ക്. അവിടെയാണ് ബയോകെമിസ്ട്രി പ്രാക്ടിക്കൽ ലാബ് ഉള്ളത്. ഇവിടെയാണ് ലെക്ചർ ഹാള്. ഈ ലെക്ചർ ഹാളിലേക്ക് കയറി ചെല്ലുമ്പോൾ നോക്കട്ടെ, മാം ഉണ്ടെങ്കിൽ നടക്കുകയല്ല കേട്ടോ. മാമില്ല. ഇതാണ് നമ്മുടെ ബയോകെമിസ്ട്രി ലെക്ചർ ഹാൾ. കണ്ടല്ലോ, ഈ ബയോകെമിസ്ട്രി ലെക്ചർ ഹാളിൽ ഇരുന്നാണ് നമ്മൾ ഈ സൈഡിൽ നിന്ന് കുറേ പേര് തുറങ്ങും, ആ സൈഡിൽ വേറെ കുറേ ആൾക്കാരും തുറങ്ങും. പറഞ്ഞ കേട്ടോ, രാവിലെ ഫിസിയോളജിയിൽ തന്നെയാണ് ബയോകെമിസ്ട്രി ലെക്ചറെല്ലാം നടക്കുന്നത്. അവിടെ ആ കാണുന്ന ഞാൻ കാണിച്ചുതരാം. ആ കാണുന്ന പ്രൊജക്ടറിലാണ് നമ്മളെല്ലാം ഇതിൽ സ്ലൈഡ്സ് എല്ലാം പറന്ന് കളിക്കുന്നത്. ഇവിടെ ഒരു സെറ്റ് ആൾക്കാരിക്കും, ഇവിടെ അടുത്ത സെറ്റ് ആൾക്കാരിക്കും. ഇതാണ് എൻ്റയർ അനാട്ടമി ബയോകെമിസ്ട്രി ലെക്ചർ ഹാൾ കേട്ടോ. ഇതൊരു ബാക്ക് വ്യൂ ആണ്. ഇതൊക്കെയാണ് പുറകെ. നമ്മളിരിക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഫിസിയോളജി ഇപ്പം തുടങ്ങും. നമ്മുടെ ശരിയിരിക്കുന്ന സ്പോട്ട് ഇതാണ്. കാരണം ഈ മേളിൽ കിടന്ന് പറക്കുന്ന ഇവനാണ്. ഇവനുള്ളതുകൊണ്ടാണ് ആ ഫ്രണ്ടിൽ കയറിയിരിക്കാൻ പറയുന്നത്. ഓക്കെ, അടിക്കട ഇനി പിന്നെ കാണാം. ഈ ഫിസിയോളജി കഴിഞ്ഞ് നമ്മൾ അനാട്ടമിയിലോട്ടൊരു പോകും. അപ്പോൾ അനാട്ടമി കാണിച്ചു തരാം കേട്ടോ. ഹലോ, അപ്പം നമ്മുടെ രാവിലത്തെ ക്ലാസ് മൊത്തം കഴിഞ്ഞു. 9 തൊട്ട് 10 വരെയുള്ള ക്ലാസ് കഴിഞ്ഞു. 10 തൊട്ട് 11 വരെയുള്ള കഴിഞ്ഞു. ഫുൾ അനാട്ടമി ആയിരുന്നു. 9 തൊട്ട് വൈകുന്നേരം 1 മണി വരെ ഫുൾ അനാട്ടമി കൊണ്ട് ആറാട്ടായിരുന്നു. ഉച്ച ഡിസെക്ഷൻ 12:30 തൊട്ട് 1 മണി വരെ ഡിസെക്ഷൻ സ്റ്റാർട്ട് ഉള്ളായിരുന്നു. ഈ ഡിസെക്ഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ ബയോകെമിസ്ട്രി രാവിലെ കാണിച്ച ബയോകെമിസ്ട്രി ലെക്ചറാണെന്നാണ് നിങ്ങൾ കാണുന്നത്. ബയോകെമിസ്ട്രി ലെക്ചറാണെന്നത്. അപ്പോൾ ഈ രണ്ടുപേരെ കാണിക്കാനുള്ളവർ തന്നെ ബബോരി പേര് പറഞ്ഞു. ഇമ്രാൻ എറണാകുളത്ത് നിന്ന്. അതെ, സൈഡിൽ കൂടെ പോകുന്ന നേരത്തെ കാണിച്ച ആൽഫിനെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ രാവിലെ തുടങ്ങിയ ഈ ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ബ്ലോക്ക് എൻ്റെ കാണിക്കാനാണല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇനി കാണിക്കുന്നത് ബയോകെമിസ്ട്രി ലെക്ചറാണ് എല്ലാവരും കണ്ടല്ലോ.
ഈ ബയോകെമിസ്ട്രി ലെക്ചർ ഹാളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നമ്മൾ സൈഡ് പിടിച്ച് നടക്കുമ്പോൾ അങ്ങോട്ട് കിടക്കുന്നതാണ്. ഇങ്ങോട്ട് പിന്നെ പ്രൊഫസേഴ്സ് എല്ലാം ഇരിക്കുന്ന സ്ഥലം കേട്ടോ. അവിടെ മൊത്തം പ്രൊഫസർ ഇരിക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെ പണി തീരാത്തതായിട്ട് ഈ സൈഡിൽ ലിഫ്റ്റിൻ്റെ ഒക്കെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഉണ്ടല്ലേ. പക്ഷെ ഇവിടെ നൈസ് വ്യൂ ആണ്. ഏകദേശം എറണാകുളം മൊത്തത്തിൽ കാണാം. ഏകദേശം കേട്ടോ. ഇവിടെ താഴെ പോയാൽ വെട്ടി തീരും. ഇവിടെ ലിഫ്റ്റിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇത് 3rd ഫ്ലോർ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ഇത് 3rd ഫ്ലോർ. 3rd ഫ്ലോറാണ് ബയോകെമിസ്ട്രി ലെക്ചർ ഹാളും പിന്നെ ഫിസിയോളജിയുടെ കൂടെ ലെക്ചർ ഹാളാണ്. വേറെ ഇല്ല, സെപ്പറേറ്റ് ഇല്ല. പിന്നെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടുന്ന് ഇങ്ങനെ പോയി വേണം. പിന്നെ ആ സൈഡിലോട്ട് പോയാൽ ബയോകെമിസ്ട്രി ലാബ് കേട്ടോ. നമ്മുടെ സൈന മാം ചെറുതായിട്ട് തൂക്കിയിട്ടുണ്ട്. അവിടെയാണ് ബയോകെമിസ്ട്രി ലാബ് വരുന്നത്. അതിലോട്ട് കയറണമെന്നുണ്ട്, പക്ഷേ അവിടെ ഇത് നമ്മൾ വെള്ളം എടുക്കുന്ന സാധനം. കോൾഡ്, ഹോട്ട്, നോർമൽ, അത്രേ ഉള്ളൂ. ഇനി ഇവിടുന്ന് സ്ഥലം വേണം. ഇനി ഇവിടെ നിന്ന് ചിലപ്പോൾ അടി കിട്ടും. അപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോകെമിസ്ട്രിയോട് ഇവിടെ പറയുകയാണ് വി ലവ് സംഘം. നമ്മൾ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ പോകുന്ന വഴിക്ക് 2 അതിഥികളുണ്ട്. ഒരു ഹായ് ഒക്കെ കാണിച്ചിട്ട് പോകും. ഹായ് ഹായ് ഒരു ഹായ് കാണിച്ചിട്ട് പോകും. പിന്നെ എല്ലാവരും അപ്പം നമ്മൾ ഫിസിയോളജി എത്തി കേട്ടോ. ഇതാണ് ഫിസിയോളജി. ഈ ഫിസിയോളജി ഇവിടെ ഒരു ബോർഡുണ്ട്. എന്നും ഇവിടെ എഴുതിയത് കുറേ ക്വസ്റ്റ്യനാണ്. ഇത് പോയി മാമിനോട് പറഞ്ഞു കൊടുക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം എടുക്കും. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്നാ ബോട്ടലോണിയൻ ടോക്സിനോട്ടോക്സിനാണ്. ഇത് പറഞ്ഞിപ്പോൾ മാമിൻ്റെ അടുത്ത് ഒരു പറയുവാണെങ്കിൽ നമുക്ക് മാറി എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സമ്മാനം തരും. വേറെ ഒരു നമ്മളെ പരിചയപ്പെടുത്താം. ഒരു ഹായ് വേണം. കഴിഞ്ഞ ദിവസം കണ്ട ആളൊക്കെ തന്നെ. പിന്നെ കുറേ സയൻറ്റിസ്റ്റുകളുടെ എല്ലാം പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ അവിടെ അവിടെ ക്ലാസ് ടീച്ചർ സ്റ്റാഫ് റൂമാണ്. പ്രൊഫസർമാരുടെ സ്റ്റാഫ് റൂമാണ് ഈ സൈഡ്. പിന്നെ ഈ സൈഡ് ലാബ്. അങ്ങോട്ട് അവിടെയാണ് ഫിസിയോളജി ലാബ്. ജസ്റ്റ് ഫിസിയോളജി ലാബ് ഒന്ന് കാണിക്കാം. ഫിസിയോളജി ലാബ് ഇവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറും HOD ഇരിക്കുന്ന സ്ഥലം കേട്ടോ ഇവിടെ. പിന്നെ അവിടെയാണ് ഫിസിയോളജി ലാബിലോട്ട് കയറാനുള്ള സ്ഥലം. എനിക്കൊക്കെ ഇനി അനാട്ടമിയാണ്, ഹിസ്റ്റോളജി ലാബാണ്. വാ പോയി ഇനി അടി കിട്ടും. ഞങ്ങൾ അങ്ങോട്ടാണ് ചെന്ന് കയറാൻ പോകുന്നത്. അവിടെ ചെന്ന് കയറുമ്പോൾ മാം കാണും, ചിലപ്പോൾ തെറി കിട്ടും. നോക്കാം. പോകുന്ന വഴിയിൽ നമ്മൾ അടുത്ത അതിഥിയെ കണ്ടുമുട്ടുന്നു. അതിഥി ഒരു ഹായ് കാണിക്കൂ. പിന്നെ ഒരു ഹായ് കാണിക്കൂ. ഓക്കെ, നമ്മൾ ഉണ്ട് ലാബുണ്ട്. ലാബിലോട്ട് പോവാ. അതിഥികൾ ഒരു ഹായ് കാണിച്ചിട്ട് പോകും. നമ്മുടെ അനാട്ടമി ഹിസ്റ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. ഇതാണ് അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിനാണ് ഒരു വിഷയം. അമ്പാടി ഇപ്പം കോട്ടയം നമ്മളതാണ്. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ല, അതാണ് ഡിസെക്ഷൻ ഹാൾ. ഇപ്പം അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ തെറി കിട്ടും. ഇവിടുന്ന് ഡിസെക്ഷൻ ഹാൾ പിന്നെ കാണിച്ചു തരാം. ഡിസെക്ഷൻ ഹാൾ ഇപ്പം തന്നെ കാണിച്ചു തരാം. കാണിക്കാം. ഡിസെക്ഷൻ ഹാളിലേക്ക് ഇതാട്ടോ ഡിസെക്ഷൻ ഹാൾ. ഒരു പരിധി വരെ എത്തിക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ഡിസെക്ഷൻ ഹാൾ. ഇവിടെയാണ് നമ്മൾ ബാഗെല്ലാം വെക്കുന്നത്. ഇവിടെ ബാഗ് വെക്കും. ഇതിൻ്റെ അകത്തോട്ട് ഒത്തിരി കയറാൻ പറ്റത്തില്ല. അവിടെ എംബാമിങ് നടക്കുക. ഇതാണ് ചെറുതായിട്ട് ഡിസെക്ഷൻ ഹാൾ. നമുക്ക് ഇതാണ് ഡിസെക്ഷൻ ഹാൾ കേട്ടോ. ഇത് അപ്പുറത്തോട്ട് കയറി കാണിക്കുന്നില്ല. അത് നമ്മുടെ ഒരു റൈറ്റ്സിനെതിരാണ്. പിന്നെ അങ്ങോട്ട് പോയാൽ ടോയ്ലറ്റ്. അവിടെ ടോയ്ലറ്റാണ്. ഇതൊരു മാമിൻ്റെ സ്റ്റാഫ് റൂം കേട്ടോ. പെട്ടെന്ന് ഇവിടുന്ന് പോയേക്കാം. അകം കാണിച്ചില്ല. അകം കാണിച്ചാൽ ശരിയാവത്തില്ല അല്ലേ? നമ്മളകം കാണിക്കാൻ നമ്മുടെ ഹ്യൂമാനിറ്റിക്ക് എതിരല്ലേ? അതെ. അത് വില്യം ഹണ്ടറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് പോകുമ്പോൾ ശബ്ദം എടുക്കുമ്പോൾ ഉയർത്തരുത്. ഇവിടെയാണ് നമ്മുടെ അനാട്ടമിയുടെ HOD ഇരിക്കുന്ന സ്ഥലം. അവിടെ സ്റ്റാഫ് റൂം. ഇവിടെ നമ്മൾ റൈറ്റ് പിടിച്ച് പോകുമ്പോൾ ഈ കാണുന്നതാണ്. ഇവിടെയാണ് അനാട്ടമി പ്രൊഫസർ ഇരിക്കുന്ന സ്ഥലം. ഈ സ്റ്റാഫ് റൂമൊക്കെ അനാട്ടമി പ്രൊഫസേഴ്സിൻ്റെ സ്റ്റാഫ് റൂമാണ്. ഇന്ന് നമ്മുടെ ഹിസ്റ്റോളജി ലാബ് നടക്കുന്നത് ഇവിടെ കേട്ടോ. നമ്മുടെ ഹിസ്റ്റോളജി ലാബ് നടക്കുന്നത് ഇവിടെയാണ്. മാം വന്നിട്ടില്ല. ഹിസ്റ്റോളജി ലാബ് ഇവിടെ. ഇന്ന് എനിക്കിവിടെ ഹിസ്റ്റോളജി ലാബ്. ഇന്ന് ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഒരു ഹായ് കാണിക്കും. ഒരു ഹായ് കാണിക്കുക. ഒരു ഹായ് കാണിക്കും. നമ്മുടെ ഹിസ്റ്റോളജി ലാബിനെ പറ്റി എന്താ പറഞ്ഞു? പറഞ്ഞു മേടിച്ചിട്ട് പറയാൻ പോലെ കേട്ടോ. പിന്നെ ഇതാട്ടോ നമ്മുടെ ബത്തൂല് ഹായ് പറ. ഒരു ഹായ് പറ ബത്തൂല്. ഇതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ താരമാണ് ബത്തൂൽ. ഒരു ഹായ് പറ. ഓക്കെ. മൈക്രോസ്കോപ്പ് ഒക്കെ കാണിക്കാം.
ഇതാണ് നമ്മുടെ അനാറ്റമി ലെക്ചർ ഹാൾ കേട്ടോ. ഇതാണ് നമ്മുടെ എൻ്റെ അനാറ്റമി ലെക്ചർ ഹാള്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇവിടെ ഓരോ ഇതിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അനാറ്റമി ലെക്ചർ ഹാളാണ്. പിന്നെ ഇതാണ് ലാബ്. ലാബിലോട്ട് കയറുന്നില്ല. ഈ ലാബിൽ ഇന്ന് നമുക്ക് ഇവിടെയാണ് ലാബ്. ഇനി കയറി ഇനി ഞാൻ വെച്ചുകൊണ്ടിരുന്ന എനിക്ക് അടി കിട്ടും. അപ്പോൾ ഇത്രയാണ് ഈ നമുക്ക് അകത്ത് കാണിക്കാനുള്ളത്. ഇനി ഞങ്ങൾ വൈകുന്നേരം കഫറ്റീരിയ പോകുന്നുണ്ട്. അപ്പോൾ ആ കഫറ്റീരിയ പോകുന്നതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, ഇന്നത്തെ ക്വാർട്ടർ കഴിഞ്ഞു. ഇനി കഫറ്റീരിയയിൽ പോയി ഒരു ചായ അടിക്കാം. ചായ നമ്മുടെ സ്ഥിരമുള്ള അതിഥിയാണ് ഈ കിടന്നുറങ്ങുന്നത്. ഇതിലേ ഇങ്ങനെ ഇതാണ് ശരിക്കും എൻട്രൻസ്. അതിലേ വരാം. നമ്മൾ ഷോർട്ട് കട്ട് പിടിച്ച് വന്നതാണ്. ഇവിടെ വെളിയിരുന്ന് കഴിക്കാം, ഇവിടെ രണ്ടിടത്ത് വെളിയിരുന്ന് കഴിക്കാം. പിന്നെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ സീനിയേഴ്സ് ആരും ഇല്ലെന്ന വിചാരത്താൽ നമ്മൾ കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുമ്പോൾ നമ്മുടെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇതാണ് 24 hour കഫറ്റീരിയ. അതെ, കണ്ടുകൊണ്ട് അവരെ കാണിച്ചു. ഇവിടെ ഇത്രയും സാധനങ്ങളുണ്ട് എന്ന് ആരും വിചാരിക്കണ്ട. ഇത്ര ഇവിടെ ഇല്ല കേട്ടോ. ലഞ്ചിന് ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ 20 രൂപയുടെ ലൈമ് നൈസാണ്. ഇതെല്ലാം ഉച്ചക്കത്തെ കേട്ടോ. അമ്പാടി. ഇതാണ് നമ്മുടെ വിളമ്പി കൊടുക്കുന്ന ചേട്ടൻ കേട്ടോ. അവിടെ ചായ ഇവിടെ ഇരുന്ന് കഴിക്കാം. ഇവിടെ മിക്കപ്പോഴും ഇവിടെ ഇരുന്ന് കഴിക്കാം കേട്ടോ. അഭിപ്രായം പറയാനുള്ള. പിന്നെ നമ്മുടെ ബാച്ചിന്റെ പേരിടൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ, പേരിടൽ കർമ്മം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഭയങ്കര കശപുശകളും എല്ലാം നടന്നിട്ടുണ്ട് അല്ലേ. മേലും കശപുശലുണ്ടാക്കിയ പുള്ളിയാണ് ഇരിക്കുന്നത്. നമ്മൾ നല്ലൊരു പേര് എന്തുവാ സത്യം പറയണ്ടേ. അപ്പൊ ചായ കുടിച്ചോണ്ട് കാണാം കേട്ടോ. അപ്പൊ നമ്മൾ മേടിച്ച ചായയും പഴയമാണ് ഈ കാണുന്നത്. അതെ, ഇടയ്ക്ക് കൂടെ ഒരുത്തൻ കൈയിട്ട് വരാൻ വന്നിട്ടുണ്ട്. അമ്പാടിയുണ്ട്. ഇതാണ് അമൃത അല്ലേ, അമൃത. ഇതാണ് നമ്മൾ മേടിച്ച കടി. ഇത് ചായ. ഈ കടിക്ക് എത്ര? ചായക്ക് 15 രൂപ അല്ലേ. കടിക്ക് എത്രയാണ്? കടിക്ക് 20. ഇവിടുത്തെ എല്ലാ സാമൂഹികമായ കാര്യങ്ങൾ എന്തറിയണമെങ്കിലും അമ്പാടിയെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അമ്പാടി EMC അല്ലേ, ഫ്രം കോട്ടയം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ബ്ലോക്ക് മൊത്തത്തിൽ ഒന്ന് കാണിക്കുക, കഫറ്റീരിയ ജസ്റ്റ് ഒന്നും തൊട്ട് തലോടി കാണിക്കുക. പക്ഷേ ചായ കുടിക്കാൻ പറ്റിയില്ല. ചായ കൈതട്ടി മറിഞ്ഞു പോയതായിട്ട് എല്ലാവരും ഓർമ്മിക്കുന്നു. അപ്പോൾ ഞാൻ സ്ഥലം വിടുകയാണ്. ഇന്നത്തെ കോട്ടെല്ലാം കഴിഞ്ഞു. 3 മണി 3:15 ആയപ്പോഴത്തേക്ക് ലാബ് കഴിഞ്ഞു, അനാട്ടമി ലാബ് കഴിഞ്ഞു. പിന്നെ രാവിലെ നമ്മൾ വന്ന് കയറിയ വഴി കണ്ടു. ഇങ്ങനെ വന്ന് കയറി അവിടെ നിന്ന് തന്നെ ഇറങ്ങിപ്പോകുന്നു. എളുപ്പം ഇതില്ല. അപ്പോൾ ശരി, അപ്പോൾ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ മിക്കവാറും ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ ആയിരിക്കും. ഓക്കെ, ബൈ.